സർവശക്തനും സർവാധിപതിയുമായ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു തീർത്ഥാടനം അഥവാ നോമ്പിലൂടെ നാം ഓരോരുത്തരും പീഡാനുഭവത്തിന്റെയും ഉയർപ്പിന്റെയും അനുസ്മരണകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഉയർപ്പ് ആചരിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ഉപമകളാൽ എല്ലാവരെയും ഉത്ബോധിപ്പിച്ചു, വളരെ ലളിതമായ ഭാഷയിൽ. അങ്ങനെ ഫലമില്ലാത്ത അത്തിയെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞതിനു ശേഷം ദേവാലയത്തിലേക്ക് കടന്നു വരികയും ദേവാലയത്തിലെത്തിയ യേശു തമ്പുരാൻ അവിടെ ഒരു വ്യക്തിയിലേക്ക് തന്റെ കണ്ണുകളെ അയക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ലൂക്കോസ് അപ്പോസ്തലന്റെ 13-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് ഇപ്രകാരമായിരുന്നു: 18 വർഷമായി കൂനിയായുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച് അവളുടെ പാപബന്ധനങ്ങൾ അഴിച്ചുവിട്ടതായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് സഭയുടെ നോമ്പിലൂടെയുള്ള യാത്രയിൽ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുവാനായി വളരെ വിശുദ്ധമായി നമ്മുടെ ആരാധനക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുവാണ്. യേശു തമ്പുരാൻ ദേവാലയത്തിൽ വെച്ച് 18 വർഷമായി കൂനിയായ സ്ത്രീയെ കണ്ടു. അപ്പോൾ വളരെ വ്യക്തമാണ്, ഈ കൂനിയായ സ്ത്രീ ഇതിനു മുമ്പും ദേവാലയത്തിൽ വന്നിട്ടുണ്ട്. യേശു തമ്പുരാനും കടന്നു വന്നിട്ടുണ്ട്. അന്നൊന്നും യേശു തമ്പുരാന് ഈ സ്ത്രീയെ കാണുവാനായി സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ യേശുനാഥൻ ഈ സ്ത്രീയെ കാണുവാനായി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അന്ന് യേശു തമ്പുരാൻ അവളെ കണ്ടു, അടുക്ക വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവളുടെ ജീവിതത്തിൽ 18 വർഷമായി ബാധിച്ചിരുന്ന അശുദ്ധാത്മാവിനെ പുറത്താക്കി അവളെ സൗഖ്യമാക്കുന്നു. ഈ സൗഖ്യമാക്കൽ പ്രക്രിയ അവിടെ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ശബത്ത് നാളിൽ രോഗിയെ സൗഖ്യമാക്കുന്നത് വിഹിതമല്ല. അല്ല എങ്കിൽ അത് ശരിയല്ല എന്ന് അവർ തമ്മിൽ തർക്കിക്കുമ്പോൾ യേശു തമ്പുരാൻ അവരോട് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ ശാബത്ത് ദിവസം നിങ്ങളുടെ കന്നുകാലികളെ അഴിച്ചുകൊണ്ടു പോയി അതിനുള്ള ആഹാരമൊക്കെ കൊടുക്കുന്നില്ലയോ? അങ്ങനെയെങ്കിൽ ഈ 18 വർഷമായി അശുദ്ധാത്മാവ് ബാധിച്ച ഈ സ്ത്രീയെ ഞാൻ മോചിപ്പിച്ചു വിടേണ്ടത് ആവശ്യമല്ലയോ എന്നൊരു മറു ചോദ്യം യേശു തമ്പുരാൻ ചോദിക്കുന്നുണ്ട്. ഈ നൊയമ്പിന്റെ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, യേശുവിന്റെ സമയം എത്തിയപ്പോൾ ഈ കൂനിയായ സ്ത്രീയെ തമ്പുരാൻ കർത്താവ് കണ്ടു. മാത്രമല്ല, ഇതിനു മുമ്പ് അവളെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിൽ വന്നുവെങ്കിലും ആരാധനയിൽ സംബന്ധിച്ചുവെങ്കിലും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചുവെങ്കിലും ഒരിക്കലും അവൾക്ക് നേരെ ഒന്ന് നോക്കുവാൻ കഴിയുമായിരുന്നില്ല. കാരണം അവളുടെ കൂനായിരുന്നു. ഈ വലിയ പ്രയാസമറിഞ്ഞ ആർദ്രതയുള്ള യേശു തമ്പുരാൻ അവളെ അടുക്ക വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, അതേ തമ്പുരാന്റെ സമയത്ത് നമ്മളെ കാണുകയും അവൻ നമ്മെ അടുക്ക വിളിക്കുകയും ചെയ്യുന്നു. അത് ഏത് സമയത്ത് എന്ന് പറയുവാനായിട്ട് സാധ്യമല്ല. ഈ നോമ്പിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ഒക്കെ വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട പലതുമൊന്ന് മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ കൃപയ്ക്കായി, കരുണയ്ക്കായി, പരിശുദ്ധാത്മാവിന്റെ നിറവിനായി ഞാനും നിങ്ങളും യാത്ര ചെയ്യുമ്പോൾ കൂനിയായ സ്ത്രീ നമ്മളോട് പറയുന്നു: അനവധി തവണ ഞാൻ ദേവാലയത്തിൽ കടന്നു പോയിട്ടുണ്ട്, അനവധി തവണ ഞാൻ ഈ യാഗപീഠത്തിന് മുന്നിൽ വന്ന് നിന്നിട്ടുണ്ട്. എന്റെ ദുരവസ്ഥയെ കുറിച്ച് ഓർത്ത് ഞാൻ ഏറെ ദുഃഖിച്ചിട്ടുണ്ട്, ഏറെ വേദനിച്ചിട്ടുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ആ മനോഹരമായ ദിവസം അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അടുത്തേക്ക് വിളിച്ച് ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും കരുണയുടെയും മനസ്സലിവിന്റെയും അനുഭവം വ്യക്തമായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഈ നോമ്പ് എന്താണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്? മറ്റൊന്നുമല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആർദ്രതയുള്ളവരായിരിക്കണം, മനസ്സലിവും ദീർഘക്ഷമയുള്ളവരായിരിക്കണം, അനുകമ്പയുള്ളവരായിരിക്കണം. അങ്ങനെ യാത്ര ചെയ്ത് ഒരു പീഡാനുഭവത്തിന്റെ അനുസ്മരണങ്ങളിലൂടെ കടന്നുപോയി ഉയർപ്പിന്റെ ദിവസങ്ങളിലേക്ക് എനിക്ക് നിങ്ങൾക്ക് എത്തുവാൻ കഴിയണം. അപ്പോഴാണ് നമ്മുടെ ഈ തീർത്ഥാടനം പൂർണ്ണമാകുക. അപ്പോഴാണ് ഈ തീർത്ഥയാത്ര ഏറ്റവും ഫലവത്താവുക. കൂനിയായ സ്ത്രീയെ സൗഖ്യമാക്കിയ സ്വർഗത്തിലെ ദൈവം ഇന്ന് ഭാരത്തോടും വേദനയോടും രോഗത്തോടും ഈ നോമ്പിലായിരിക്കുന്ന നാം ഓരോരുത്തരോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം സംവദിക്കുന്നു: അതേ, അവന്റെ സമയത്തിനായി ഞാനും നിങ്ങളും കാത്തിരിക്കുക. അവന്റെ ആണിയേറ്റ കരങ്ങൾ എന്നെയും നിങ്ങളെയും തൊടുന്നതിനും
അടുത്ത് വിളിക്കുന്നതിനുമായി കാത്തിരിക്കുക. നമ്മുടെ ദൈവം സർവശക്തനാണ്, അത്ഭുതങ്ങളുടെ ഉടയവനാണ്, ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, അവൻ നമ്മളെ പഠിപ്പിച്ച പാഠം, അതെ, നമ്മുടെ ജീവിതങ്ങളിലെ അശുദ്ധതകൾ മാറ്റി നമ്മെ വിശുദ്ധീകരിച്ച് അനുനിമിഷം നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ പാദപീഠത്തിങ്കൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അടുത്തു ചെന്ന് അവനിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ നൊയമ്പ് എന്നെയും നിങ്ങളെയും സഹായിക്കുകയും അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ കൊച്ചു ചിന്തകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.